ആർഷോ ഇന്ന് വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി. ആർഷോയുടെ വാചകങ്ങൾ ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ സൃഷ്ടിക്കുന്ന പൊതുബോധത്തിൽ ആളുകൾ വിധേയപ്പെട്ടുകൂടാ എന്നാണ്. അപ്പോൾ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന പൊതുബോധത്തിൽ വിധേയപ്പെട്ട ആളാണോ ബിനോയ് വിശ്വം? ഇല്ല, കേരളത്തിനകത്തുള്ള ഒരു വലിയ ശതമാനം മാധ്യമങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിനെതിരെ SFIക്കെതിരെ തെറ്റായ പ്രചരണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തര ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് അവരുടെ ഭാഗത്തു നിന്ന്. ആ വിമർശനം ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ SFIയെ സംബന്ധിച്ച് തെറ്റായി അവതരിപ്പിക്കുന്നതിന് വേണ്ടി വലിയ ശ്രമം ഈ നാടിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അക്കാദമിക് ഇയറിൻ്റെ ആരംഭം മുതൽ ഇങ്ങോട്ട് നിരവധി ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് വിപുലമായി ആക്രമണം അഴിച്ചുവിടുന്നതിന് വേണ്ടിയിട്ട്, സംഘർഷമുണ്ടാക്കുന്നതിന് വേണ്ടി KSU ഉൾപ്പെടെയുള്ള സംഘടനകൾ വളരെ ആസൂത്രിതമായി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ വിവിധ ക്യാമ്പസുകളിൽ ഞങ്ങളുടെ പ്രവർത്തകർ അതിക്രൂരമാം വിധം ആക്രമണത്തിന് ഇരയാകുന്ന നിലയുണ്ടായിട്ടുണ്ട്. അങ്ങനെ ആക്രമിക്കപ്പെടുമ്പോൾ SFIയുടെ പ്രവർത്തകർ അതിമാരകമാം വിധം പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ സംബന്ധിച്ച് പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്ന വലിയ വിമർശനം ഞങ്ങൾക്കുണ്ട്. ഇനി നേരെ തിരിച്ച് ഇപ്പോൾ കാര്യവട്ടത്തുൾപ്പെടെ സംഭവിച്ചതുപോലെ SFIയുടെ യൂണിറ്റ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ ആക്രമിക്കുന്നു. സ്വാഭാവികമായും ആ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾ അതിനെ പ്രതിരോധിക്കുന്നു. ക്യാമ്പസിനകത്ത് ഹോസ്റ്റലിനകത്തടക്കം അതിക്രമിച്ചു കയറി ക്യാമ്പസിനകത്ത് ഹോസ്റ്റൽ അടിച്ചു പൊളിക്കുന്ന നിലയുണ്ടാകുന്നു. ഇതൊക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ തിരിച്ച് പ്രതിരോധമുണ്ടാകുമ്പോൾ അതിനെ പർവ്വതീകരിക്കുന്നതിന് വേണ്ടിയും തെറ്റായി ഒരിടത്തും ഇല്ലാത്ത നിലയിലുള്ള ഇടിമുറികളടക്കം ക്യാമ്പസുകൾക്കകത്തുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്നത് SFI ആണ് തുടങ്ങിയിട്ടുള്ള വലതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ഭാഷ്യത്തെ അതേപോലെ സാധൂകരിക്കുന്നതിന് വേണ്ടിയും സമൂഹത്തിന് മുൻപിൽ അത് അങ്ങനെയാണ് എന്ന് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയും വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഭാവികമായും അങ്ങനെ മാധ്യമങ്ങൾ എന്നർത്ഥമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ നേതാക്കൾ തന്നെയുള്ള മുറി ഉണ്ടാകാം, ആ മുറിയിലേക്ക് കൊണ്ടുപോയി അടിക്കുന്നു, അതിന് ഇടിമുറി എന്ന് വിളിക്കുകയാണ്. ഇതിപ്പോൾ 121 നമ്പർ മുറി എന്നൊരു മുറി പറയുന്നു. നേരത്തെ സിദ്ധാർത്ഥനെ ഉപദ്രവിച്ചത് 21 മുറിയിലാണെന്ന് പറയുന്നു. അപ്പോൾ ആ മുറിക്കൊക്കെ നമ്പറുകളുണ്ട്. അപ്പോൾ ഇടിമുറി എന്നുള്ളതൊരു വ്യാഖ്യാനമാണ് എന്ന് പറയുന്നു. നമ്മളെ സംബന്ധിച്ച് മുന്നിൽ വന്നിരിക്കുന്ന യാഥാർത്ഥ്യം എന്നുള്ളത് ഒരു കോളേജ് പ്രിൻസിപ്പലിനെ മുഖത്തടിക്കുന്ന ദൃശ്യങ്ങളാണ്. കോളേജ് പ്രിൻസിപ്പലിനെതിരെ കൊലവിളി പ്രസംഗം നടത്തുന്ന നിങ്ങളുടെ കുട്ടി നേതാവാണ്. ഇത് ഇല്ല എന്ന് നിഷേധിക്കുന്നുണ്ടോ? ഇത് മാധ്യമ സൃഷ്ടിയാണോ, പ്രചാരവേലയാണോ? സിദ്ധാർത്ഥിനെ ഒരു മുറിയിലും കൊണ്ടുപോയി SFI മർദ്ദിച്ചിട്ടില്ല എന്നുള്ളതൊന്ന്. 2, കാര്യവട്ടം ക്യാമ്പസിനകത്തും ഒരു മുറിയിലേക്കും ആരെയും കൊണ്ടുപോയി SFI മർദ്ദിച്ചിട്ടില്ല. അങ്ങനെ ഒരു ക്യാമ്പസിലും ഒരു മുറിയിലും ആരെയും കയറ്റി മർദ്ദിക്കുന്ന രീതി അല്ലെങ്കിൽ ശൈലി ഞങ്ങൾക്കില്ല, ഞങ്ങളത് ചെയ്തിട്ടില്ല. അങ്ങനെ നടന്നുവെന്ന് തെറ്റായി ചില ആളുകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തുന്നു. അതങ്ങനെയാണെന്ന് സ്ഥാപിക്കുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം, വളമൊക്കെ നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് നൽകുന്ന നിലയുണ്ടാകുന്നു. ഈ പറഞ്ഞ ബിനോയ് വിശ്വം എന്ന ഇടത് നേതാവ്, CPIയുടെ സംസ്ഥാന സെക്രട്ടറി, അങ്ങനെ വെള്ളവും വളവും നൽകുന്ന ആളാണോ? അല്ല, പിന്നെ എന്താണ്? അല്ല, വെള്ളവും വളവും നൽകുന്ന നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ നിങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വെള്ളവും വളവും നൽകി നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പൊതുബോധത്തിന് നിന്നുകൊടുക്കരുത് എന്നുള്ളതാണ് വളരെ അതെ. നിങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണത്തിൽ നിന്ന് ഞങ്ങൾക്ക് ബോധ്യമായത് അങ്ങനെ നിങ്ങൾ സൃഷ്ടിച്ച പൊതുബോധത്തെ അദ്ദേഹം വിശ്വസിച്ചു എന്നുള്ളതാണ്. അങ്ങനെ വിശ്വാസത്തിലെടുത്തതിന്റെ ഭാഗമായിട്ടായിരിക്കും അദ്ദേഹത്തിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു പ്രതികരണം. നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നണിയിൽപ്പെട്ട നേതാവിനെ ബോധ്യപ്പെടുത്താനാകുന്നില്ല. ആർഷോ, നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നണിയിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ ബോധ്യപ്പെടുത്താനാവുന്നില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പൊതുജനത്തെ ബോധ്യപ്പെടുത്തുക? നിങ്ങൾ ഒന്ന് പറയൂ ആർഷോ പറയൂ. പ്രിൻസിപ്പലിന്റെ മുഖത്തടിച്ചു എന്നത് യാഥാർത്ഥ്യമല്ലേ ആർഷോ? പ്രിൻസിപ്പലിന്റെ മുഖത്തടിച്ചു എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ട യാഥാർത്ഥ്യമല്ലേ ആർഷോ? പ്രിൻസിപ്പലിനെ നെഞ്ചിൽ തീ കത്തിക്കും എന്ന് പറഞ്ഞതും നമ്മൾ കേട്ടതല്ലേ ആർഷോ? അത് നിഷ്കളങ്കമായി പറഞ്ഞു, നിഷ്കളങ്കമായി അടിച്ചു എന്നാണോ ജനം മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണോ ബിനോയ് വിശ്വം ഉൾക്കൊള്ളേണ്ടത്? അല്ല പറഞ്ഞോട്ടെ. ഇനി നേരത്തെ പറയട്ടെ
ഇനി നേരത്തെ ഈ ഗുരുദേവ കോളേജുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവങ്ങൾ രണ്ട്, ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തകരുടെ ഭാഗത്ത് പോരായ്മ ഉണ്ടായിട്ടുണ്ട്, തെറ്റുണ്ടായിട്ടുണ്ട്. അങ്ങനെ തെറ്റുണ്ടായ കാര്യങ്ങളെ അംഗീകരിക്കാൻ വേണ്ടിയിട്ടും അതിനെ വളരെ ഗംഭീരമായി എന്ന് പറയാൻ വേണ്ടിയിട്ടും ഞങ്ങളാരും മെനക്കെട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രസ് കോൺഫറൻസിൽ ഇരിക്കുമ്പോഴും പറഞ്ഞതാണല്ലോ. അപ്പോൾ എന്താണ് നിങ്ങളുടെ തിരുത്തൽ നടപടി? അയ്യോ കുട്ടി ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് ഉപദേശിക്കലാണോ? SFIക്ക് സംഘടനയുടേതായ തിരുത്തൽ നടപടിയുണ്ട്. എന്താണ്? പുറത്താരും അറിയാത്ത നടപടിയാണോ? രഹസ്യമാണോ? സ്വാഭാവികമായും അത് പാലിച്ചുകൊണ്ട് അങ്ങനെ രഹസ്യമായിട്ടൊന്നും ചെയ്യേണ്ടുന്ന കാര്യം ഞങ്ങൾക്കില്ല. പുറത്ത് പറയേണ്ടുന്ന കാര്യങ്ങൾ പുറത്ത് പറഞ്ഞുകൊണ്ടും, അല്ലാതെ സ്വാഭാവിക സംഘടനാ കമ്മിറ്റിക്കകത്ത് നടക്കേണ്ടുന്ന ചർച്ചകൾ സ്വാഭാവികമായും ചാനൽ 4-ലല്ലല്ലോ നടത്തുന്നത്. ഞങ്ങൾ സ്വാഭാവികമായിട്ട് അത് തെറ്റാണ് എന്ന് അംഗീകരിക്കുന്നത്. മുന്നണിയിൽ ചർച്ച വന്നു, നിയമസഭയിൽ ചർച്ച വന്നു, ഇപ്പോഴും മുഹൂർത്തമായില്ല. സ്വാഭാവികമായും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഏറ്റവും ബേസിക് ആയിട്ട് ഞങ്ങൾ സംസ്ഥാന സെൻട്രൽ യോഗം പോലും ചേരാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ കഴിയാത്ത നിലയുണ്ട്. കാരണം ഞങ്ങൾ ഇന്നലെ ഉൾപ്പെടെ സമരവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയായിരുന്നു. ഞങ്ങളുടെ പ്രസിഡന്റ് ഉൾപ്പെടെ, ഞങ്ങളുടെ സെൻട്രലിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ റിമാൻഡിലാണ്. സ്വാഭാവികമായും ഇത് ഞാൻ ഒറ്റയ്ക്കിരുന്ന് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ മാനേജ്മെന്റ് താല്പര്യം അല്ലെങ്കിൽ തീരുമാനം എടുക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഒറ്റയ്ക്കിരുന്നിട്ടായിരിക്കും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സംഘടനാ സംവിധാനം ഉണ്ടല്ലോ, ഇതിനെ സംബന്ധിച്ചൊക്കെ പരിശോധന നടത്തുന്നത്. ഇതേ സമയത്ത് തന്നെ ഞങ്ങൾ കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.